ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ക്യാൻസർ പേഷ്യന്റ് ആണ്. നമ്മുടെ ഞരമ്പ് പോലെയല്ല, പ്ലാസ്റ്റിക് ഞരമ്പുകളാണ് വെച്ചിട്ടുള്ളത്. പൊട്ടി ചോര വന്നു പോവുകയാണ്. വെയിലിൽ നിന്ന് ചോര വന്ന് പൊട്ടി ഒഴുകുമ്പോ പ്ലാസ്റ്റിക് ഞരമ്പുകൾ മാറ്റി വെച്ചിട്ടാണ് നടക്കുന്നത്. തട്ടിക്കൂട്ടി ഭർത്താവ് ഇതൊക്കെ ആയിട്ട് വീടും കയ്യിൽ പോയി. വീടില്ല, 2 കുട്ടികള്, മരണം മുമ്പിൽ. ഞാൻ ചോദിക്കുന്നു, എന്താ വേണ്ട? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞ എത്രയോ പേര് സഹായിക്കണം. വേണ്ട മോച്ച്, വേണ്ട, എനിക്ക് ഫിജി കാട്ടുന്ന അവസരം കിട്ടുന്നുണ്ട്, എങ്കിലും ഞാൻ വരുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ചോദിക്കാതെ കൊടുക്കണമെന്ന് തോന്നുന്നു. ഞാനൊരു 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ റിയലി ബിഗ് സല്യൂട്ട്. പെണ്ണിന്റെ മുമ്പില് സല്യൂട്ട് അടിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം. അങ്ങനെ അന്ന് പറഞ്ഞു, ഇനി ഏകദേശം 1 വർഷം കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവർക്കും സിദ്ധതയും കാര്യങ്ങളൊക്കെ ആയിട്ട് 1 വർഷം കാത്തു നിൽക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോ 1 വർഷം കഴിഞ്ഞ് മരിക്കുന്നു പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമോ? നമ്മൾ നേരത്തെ കയറി അങ്ങ് ബെഡിൽ എടുക്കും അല്ലെ? ആശുപത്രിയിലോ എവിടെയാന്ന് ചുരുണ്ടു കൂടി എടുക്കും. എന്നിട്ട് ബാക്കി സംഭാവനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ആള് തട്ടിപ്പോണ കാണാനില്ല, സ്ഥലം വിടുന്നില്ല. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞ ഒരു 6 മാസം അങ്ങനെ വീണ്ടും എന്തൊരു ഡേറ്റ് കൊടുത്തു. 2ാമത്തെ കാലാവധി കഴിഞ്ഞു. എനിക്ക് കണ്ടിട്ട് മരിക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്നു. മരിക്കാൻ മറന്നുപോയി. ഈ പ്ലാസ്റ്റിക് ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് രക്തമല്ല, ഫിജി കാട്ടാണ്. ആത്മവിശ്വാസത്തിൽ, ഫോളോപ്പിൽ എല്ലാം മരണത്തെ വരെ മാറ്റിവെച്ച് ഇപ്പോഴും ഇതുപോലൊരു മാലാഖയെ പോലെ നടക്കുന്നത് വളരെ മാതൃകപരം. സത്യത്തിൽ ഞാൻ നല്ലൊരു മോട്ടിവേറ്ററും ക്ലാസ് എടുക്കുന്ന ആളൊക്കെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഞാൻ വിജയത്തിൽ എന്നെ എത്തിച്ച, പരാജയത്തിൽ നിന്ന് വിജയത്തിൽ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം, ഡു ഫോളോ വിത്ത് 100% കോൺഫിഡൻസ് അണ്ടിൽ യു അച്ചീവ്. നിങ്ങൾ 100% ആത്മവിശ്വാസത്തോടുകൂടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിജയിച്ചിരിക്കും 100%. ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒക്കെ അതിലേറ്റവും അധികം ഈ പറഞ്ഞ 100% ആത്മവിശ്വാസവും ഫോളോപ്പുമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടുമുട്ടുന്നത്, പലരിലും ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീ കണ്ടുമുട്ടുന്നത് മാളുവാണ്.